ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് നമ്മളൊരു യാത്ര പോവാണ് കേട്ടോ. തൃശ്ശൂരേക്കാണ് പോണത്. അപ്പം അവിടെ ഒരു മാനുഫാക്ചറിങ് കമ്പനിയിലേക്കാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് കാര്യങ്ങളെന്നൊക്കെ ഞാൻ വഴിയെ പറയാം കേട്ടോ. അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം കേട്ടോ. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ തൃശ്ശൂർ എത്തി. അവിടെ നിന്ന് ഒരു അരമണിക്കൂർ യാത്രയുണ്ട് കേട്ടോ നമ്മളുടെ കമ്പനിയിലേക്ക്. നമ്മൾ പുതുതായി ഒരു വീട് വെക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തേക്ക് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാകും. നമ്മൾ A to Z വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോഴും നമ്മൾ ഓരോ സ്ഥലത്തും പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതിൻ്റേതായ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് പേര് വിട്ടു പോകുന്നൊരു കാര്യമായിരിക്കും ഒരു പക്ഷേ നമ്മൾ വീടിനു വേണ്ടി സെലക്ട് ചെയ്യുന്ന വയറ് കേബിള് എന്ന് പറയുന്നത്. അപ്പം അത് വളരെയധികം ശ്രദ്ധിച്ച് നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കേണ്ട ഒരു കാര്യമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വയറ് നമ്മൾ എടുക്കുന്നതിൽ വരുന്ന ചെറിയൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വീടിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഇലക്ട്രിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ ഒരുപാട് മിസ്റ്റേക്ക് സംഭവിക്കും. ചെറിയൊരു സ്പാർക്ക് മതി മൊത്തത്തിൽ നശിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ അതൊക്കെ ഒരുപാട് ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ നമ്മളിത് ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ കമ്പനിയുടെ പേര് വരുന്നത് ഒട്ടുമിക്ക ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു അറിയാൻ പറ്റും. കേരളത്തിലുള്ളവർക്ക് വീൽവെക്സ് കേബിൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് ഈ ഒരു കമ്പനിയുടെ പേര് വരുന്നത്. അപ്പം ഇവിടെ സാധാരണ നമ്മളൊരു കടയിൽ ചെന്നിട്ട് കേബിൾ വാങ്ങിക്കാൻ പോരാ, അങ്ങനെ ഒരു പ്രൊസീജിയർ അല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കേട്ടോ. ഇവിടെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നിട്ടാണ്. കാരണം ഞങ്ങൾ ചെന്നപ്പം തന്നെ അവിടുത്തെ ഓണറായിട്ടുള്ള സാറ് ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്യും, നമ്മളെ വെൽക്കം ചെയ്യും. അവിടെ ചെന്നിട്ട് അതിനുശേഷം നമുക്ക് എന്താണോ വേണ്ടത് അതൊക്കെ ആളെ അറേഞ്ച് ചെയ്ത് തരികയും അവിടുത്തെ സ്റ്റാഫുമായിട്ട് ആദ്യം തന്നെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഡീലാക്കിയ ശേഷം നമ്മൾ നേരെ കൊണ്ടുപോയത് നമ്മളുടെ മാനുഫാക്ചറിങ് യൂണിറ്റിലോട്ടാണ് കേട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു കമ്പനി വിസിറ്റ് ചെയ്യുന്നതും ഒരു വയർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നേരിട്ട് കാണുന്നതൊക്കെ. അപ്പോൾ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ കൂടെ ഇക്കയുടെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. ആൾ ഇലക്ട്രീഷ്യനാണ്. അപ്പോൾ ആൾക്കും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അതെന്താണ് അവിടെ നടക്കുന്നത് എന്ന് അറിയാനും കൂടി വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളതൊക്കെ ഒന്ന് അവർ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞങ്ങളവർ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ട് ഞങ്ങൾക്കത് എങ്ങനെയാണ് ഈ ഒരു കോപ്പറിൽ നിന്ന് അതൊരു വയറായി മാറുന്നത് എങ്ങനെയാണെന്നുള്ളത് കറക്റ്റായിട്ട് നമുക്കവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാം കേട്ടോ. അപ്പം ആദ്യത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ആ കോപ്പർ മെറ്റൽ ലോഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ റോൾ ഇങ്ങനെ തിരിയുന്നത് നമ്മൾ കണ്ടായിരുന്നില്ലേ. അപ്പോൾ അതിന്ന് ലോഡ് ചെയ്ത് കൊടുത്ത ശേഷം മുകളിൽ കാണുന്ന മെഷീൻസ് ഉണ്ട്. 2 മെഷീൻസിൽ വലിയൊരു കണ്ടെയ്നർ ആയിട്ടുള്ളൊരു മെഷീനുണ്ട്, 2 എണ്ണം ഉണ്ട്. അതിൻ്റെ അകത്ത് 2 മെഷീനിലും PVC ഗ്രാന്യൂൾസ് ആണുള്ളത്. അത് ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. 2 മെഷീൻസിലും 2 തരത്തിലുള്ള PVC ഗ്രാന്യൂൾസ് ലോഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ ലോഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള കോപ്പറിൻ്റെ കോപ്പറിൽ ഇന്നർ സൈഡ് കോട്ടിങ്ങും അതുപോലെ ഔട്ടർ സൈഡ് കോട്ടിങ്ങിനും വേണ്ടിയിട്ടുള്ള PVC ഗ്രാന്യൂൾസ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അടുത്ത സെക്ഷനിലോട്ട് വയറിലേക്ക് കോട്ടായി വരുന്നത് ഇതിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇതാ കണ്ടില്ലേ, ഈ PVC ഗ്രാന്യൂൾസ് കോട്ടായി വന്നിട്ടുള്ള ഈ ഒരു വയറ് എന്താ പറയുക, ഒരു വെള്ളത്തിലൂടെയാണ് അതിങ്ങനെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ വെള്ളം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വയറിൻ്റെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനാണ് കേട്ടോ ആ ഒരു വാട്ടർ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ കാണുന്നതാണ് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്ന മെഷീൻ കേട്ടോ. ഈ PVC ഗ്രാന്യൂൾസ് കോപ്പറിൽ ഉരുകി പിടിക്കുന്നത് ഏകദേശം 195 ഡിഗ്രി അല്ലെങ്കിൽ 185 ഡിഗ്രി തൊട്ടിട്ടാണ്. അപ്പം ആ ഒരു ടെമ്പറേച്ചറിന് പല സ്ഥലങ്ങളിലും പല ടെമ്പറേച്ചർ ആയിരിക്കും. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുന്നത് ആ ഒരു മെഷീനിലാണ് കേട്ടോ. ഇപ്പം ഇവിടെ ഒരു ചേട്ടൻ വന്നിട്ട് അതിനെ കൺട്രോൾ ചെയ്യുന്നതാണ് കേട്ടോ ആ കാണുന്നത്. ടെമ്പറേച്ചറിൽ വരുന്ന വേരിയേഷൻസൊക്കെ അവരവിടെ ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ നോട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ കാണുന്നത് ഇങ്ങനെ പോകുന്നത് കണ്ടോ വയറ്, അതിങ്ങനെ അതിൻ്റെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ ഒരു ഇതിലൂടെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് അവരതിനെ ലെങ്ത്ത് ആക്കുന്നതാണ് കേട്ടോ. ഈ PVC ഗ്രാന്യൂൾസ് ഉരുകി പിടിച്ച ശേഷം ഈ വയറുകൾ വരുന്നത് നല്ല ചൂടായിട്ടായിരിക്കും. അപ്പം ആ ഒരു ചൂടിലാണല്ലോ ഉരുകി പിടിക്കുന്നത്. ആ ചൂടിനെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ വെള്ളം കൊടുത്തിട്ടുള്ളത് കേട്ടോ.
ഒന്ന് തണുത്ത ശേഷമാണ് അടുത്ത സെക്ഷനിലോട്ട് പോകുന്നത്. അവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ചൂട് അപ്പോഴും വയറിനുണ്ടാകും. ആ ഒരു സ്റ്റേജിലാണ് കമ്പനിയുടെ പേരും ISI നമ്പറും ISI ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഈ ഒരു വയറിൽ പ്രിൻ്റ് ചെയ്യുന്നത് ഈ ഒരു ചെറിയ ചൂടുള്ള സ്റ്റേജിലാണ്. അതിനുശേഷം ഈ ഒരു വയറിനെ അവർ 2 റൗണ്ടായിട്ട് ഒന്നും കൂടെ തണുപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ടെമ്പറേച്ചർ കറക്റ്റ് ആക്കാനും വേണ്ടിയിട്ടാണ്. ഒരു ലേസർ മെഷീൻ ഉപയോഗിച്ചാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത് കേട്ടോ. മുമ്പൊക്കെ ഇത് മാനുവൽ പ്രോസസ്സിങ്ങിലൂടെയാണ് ഇത് ചെയ്തു വന്നിരുന്നത്. ഇപ്പം കാലക്രമേണ എന്താ പറയുക, എല്ലാം ഓട്ടോമേറ്റഡ് ആയ കാരണം കൊണ്ട് അവർ ഇങ്ങനെ ചെയ്യുന്നതെന്ന് മാത്രം. ഇതിനെല്ലാം ശേഷം അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ഹൈ വോൾട്ടേജ് ടെസ്റ്റ് നടത്തുക എന്നുള്ളതാണ് കേട്ടോ. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വയറിൻ്റെ വോൾട്ടേജ് എത്രത്തോളം നിലനിൽക്കും, അതല്ല എത്രത്തോളം താങ്ങാൻ കഴിയും എന്നുള്ളതും മനസ്സിലാക്കാൻ വേണ്ടിയുള്ളൊരു ടെസ്റ്റാണ്. അത് നടത്തുന്നത് ഈ ഒരു സൈഡിലുള്ള ഒരു മെഷീൻ വെച്ചിട്ടാണ് കേട്ടോ. അപ്പം ഇവരിതിൻ്റെ അകത്ത് ഹൈ വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് ആ വയറിൻ്റെ അകത്തുള്ള കോപ്പറിന് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ശബ്ദം ആ മെഷീനിൽ നിന്നും പുറത്ത് വരും. അപ്പം അങ്ങനെ സൗണ്ട് വന്നാൽ അവരത് അവിടെ വെച്ച് സ്റ്റക്കാക്കിയ ശേഷം ആ വയറിന് ഏത് ഭാഗത്താണോ കംപ്ലൈൻറ്റ് വന്നിട്ടുള്ളത് ആ ഒരു ഭാഗം കേബിൾ അവിടെ വെച്ച് കട്ടാക്കി കളയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം എന്തെങ്കിലും ഇതുപോലുള്ള മിസ്റ്റേക്സൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവരപ്പോൾ തന്നെ അത് ക്ലിയർ ചെയ്ത് കളയുന്നുമുണ്ട്. അപ്പം ഈ ഒരു പ്രോസസ്സിങ്ങിന് ശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 90% പ്രോസസ്സിങ്ങും കേബിളിൻ്റെത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം അവർ ഇതിന് മുന്നത്തെ ഒരു ക്ലിപ്പിൽ കണ്ടായിരുന്നില്ല, ഒരു ചേട്ടൻ അവിടെ ഇരുന്നിട്ട് ആ ഒരു വയറിനെ ബോക്സിൽ കറക്റ്റ് ഇത്ര 90 മീറ്ററാണ് അവരുടെ വയറിൻ്റെ ലെങ്ത്ത്. അത്രയും മീറ്റർ വെച്ചിട്ട് ഓട്ടോമാറ്റിക്കലി അതവിടെ കട്ടാകും. അതെടുത്ത ശേഷം അവരതിനെ റോളാക്കിയിട്ട് റോളായിട്ടാണ് ഓട്ടോമാറ്റിക്കലി പുറത്തോട്ട് വരുന്നത്. അതിന് നേരെ ഒന്ന് കെട്ടിയ ശേഷം പിന്നീട് അത് ബോക്സിലോട്ടാക്കുകയാണ് അവർ ചെയ്യുന്നത്. ഈ വയറ് ഓട്ടോമാറ്റിക്കലി കോയിലായി വരുന്ന മെഷീൻ്റെ പേരെന്ന് പറയുന്നത് ഓട്ടോ കോയിലിംഗ് മെഷീനാണ് കേട്ടോ. അതിലാണ് അവർ ആ ഒരു വയറിനെ റോളാക്കി വരുന്നത്. അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതായിരിക്കും 90 മീറ്റർ വെച്ചിട്ട് കട്ടാക്കണം എന്നുള്ളത്. അതിൽ കൂടുതൽ ലെങ്ത്ത് വേണമെന്നുള്ളവർക്ക് അങ്ങനെയും അവർ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അതിന് ശേഷം അവരതിനെ പാക്ക് ചെയ്ത് ബോക്സസിലാക്കിയിട്ട് പിന്നെ അവിടെ നിന്ന് അവർ സെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത്രയൊക്കെയാണ് ഈ ഒരു വയറ് ഉണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഈ കമ്പനീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വലിയ സ്റ്റോറി തന്നെയുണ്ട് ഇതിൻ്റെ പിന്നിൽ. അവരൊരു സർവൈവൽ സ്റ്റോറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മളുടെ പ്രളയത്തിൽ നശിച്ചു പോയ ഒരു കമ്പനിയാണ്. ഇവരിത് സ്റ്റാർട്ട് ചെയ്യുന്നത് 1995-ലാണ്. പിന്നെ ഇവർ ISI എടുത്തതൊക്കെ 1996-ലാണ്. അത് കഴിഞ്ഞ് കുറച്ച് നാളിന് ശേഷം ISO/PWD അങ്ങനെയുള്ള അംഗീകാരങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് അവരുടെ പ്രോസസ്സിങ്ങും കമ്പനിയെ ഒക്കെ ഒന്ന് മെച്ചപ്പെട്ട് വരുന്ന സമയത്താണ് പ്രളയം വരുന്നത്. ഈ ഒരു പ്രളയം വന്ന സമയത്ത് കമ്പനീൻ്റെ ബിൽഡിങ് അടക്കം മൊത്തത്തിൽ നശിച്ചു പോയതായിരുന്നു കേട്ടോ. മെഷീനറീസും എക്യുപ്മെൻറ്റ്സും എല്ലാം സ്റ്റോക്ക് അടക്കം നശിച്ചു പോയതാണ്. അതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു ഓണർ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടായിരുന്നു. അത് അത്യാവശ്യം ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷമാണ് കേരളത്തിലുള്ള ജനങ്ങൾ കാണാനിട വരികയും അതിനുശേഷം ആൾക്കാരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇവരുടെ ഈ ഒരു കമ്പനി മെച്ചപ്പെടാനും ഈ കാണുന്ന രീതിയിലേക്ക് ഈ ഒരു കമ്പനി വളർന്നു വന്നതും മലയാളികളുടെ തന്നെ ഒരു വലിയൊരു സപ്പോർട്ട് തന്നെയാണെന്ന് ആൾ തന്നെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അതുമാത്രമല്ല, അവരുടെ ഉയർച്ചയ്ക്ക് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഈ ഒരു ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. FRLSHൻ്റെ Class 2 കേബിൾസാണ് അവർ ഉപയോഗിക്കുന്നത്. ഈ ഒരു പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് മറ്റുള്ള കമ്പനികളെ അപേക്ഷിച്ച് അവരെ വ്യത്യസ്തരാക്കുന്നത് കേട്ടോ. കൺസ്ട്രക്ഷൻ ഫീൽഡിലായതുകൊണ്ട് തന്നെ ആൾക്ക് ഏറെക്കുറെ കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് തന്നെ ആൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള കമ്പനികൾ മറ്റുള്ള പ്രോഡക്റ്റിനെ വെച്ച് നോക്കുമ്പോൾ ഇവരുടേത് ഒരു 15-20% വരെ എമൗണ്ട് കുറവാണ് കേബിളിന് വരുന്ന റേറ്റും. അതിനുള്ള കാരണം ഇടനിലക്കാരില്ലാത്തത് തന്നെയാണ്. കാരണം അവർക്കൊരു പെർസെൻറ്റേജ് പോകും. അപ്പം അവർക്ക് കൊടുക്കേണ്ട ഒരു ഇതെന്ന് പറയുന്നത് മാർജിൻ നമ്മൾക്ക് കസ്റ്റമറിലേക്ക് തന്നെയാണ് അവർ തരുന്നത്. അതുകൊണ്ടാണ് നമ്മൾക്ക് അത്രയും എമൗണ്ട് കുറച്ച് ഇവിടെ കിട്ടുന്നത് കേട്ടോ. നമുക്ക് ആവശ്യമുള്ള കേബിൾ നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. പോണ വഴിക്ക് ഒരു സാൻഡ്വിച്ചും ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു.
പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർക്ക് ഇടനിലക്കാരില്ല. സാധാരണ ഒരു കമ്പനി ആകുമ്പോൾ ഓരോ ഡിസ്ട്രിക്റ്റിലും സ്റ്റേറ്റ്സിലും എല്ലാം ഓരോരോ ഇടനിലക്കാരുണ്ടാകും, ഡീലേഴ്സ് ഉണ്ടാകും. ഇവിടെ എന്ന് പറയുന്നത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല. നേരിട്ട് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. എത്ര അടുത്താണെങ്കിലും അകലാണെങ്കിലും അവർ കൊറിയറായിട്ടും ഇത് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല ഒരു ബോക്സ് ആയാലും ഒരു ബൾക്കായിട്ടാണെന്നുണ്ടെങ്കിലും അവർ എത്തിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിലോട്ടാണ് എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്കിവിടെ വന്ന് വിശ്വസിച്ച് കണ്ട് മനസ്സിലാക്കി ഇതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്ത ശേഷം മാത്രം നമുക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതിയാകും. അപ്പം അതാണ് ഇവരുടെ പ്രത്യേകതയായിട്ട് എനിക്ക് കൂടുതലും തോന്നിയത് കേട്ടോ. എനിക്ക് ഇത് പറയാനായിട്ട് എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് നിങ്ങളിലേക്ക് ഇത് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതൊരു പ്രൊമോഷൻ അല്ലെങ്കിൽ മറ്റുള്ളൊരു കമ്പനീനെ നമ്മൾ ഇതാക്കി പറയുന്നതാണെന്നൊന്നും വിചാരിക്കരുത്. എനിക്കറിയാവുന്നതും എനിക്ക് അറിയാൻ തോന്നിയ കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ.